ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പോൾ ദാ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പാലൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ജ്യൂസാണിത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ദാ ഇതിനായിട്ട് ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണ് കേട്ടോ, നല്ല മധുരമുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതേ സമയം തന്നെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ അടുത്തായിട്ട് വേണ്ടത് പുതിനയിലയാണ് കേട്ടോ. ഞാനിപ്പോൾ അതാ കുറച്ചധികം എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ ഞാനിതെല്ലാം ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള മുന്തിരിയാണ് എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതല്ല നല്ല മധുരമുള്ള മുന്തിരിയാണ് എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ അത് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തണുപ്പ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അധിക കച്ചറയൊന്നും ഉണ്ടാവില്ല, വേണമെങ്കിൽ മാത്രം അരിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടി കുറഞ്ഞിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ല കുറച്ചുകൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച കസ്കസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്